Namaskaram. Welcome to the 100th episode of Superstar. നമ്മളുടെ ഒന്നിച്ചുള്ള യാത്ര ദാ ഈ 100ാമത്തെ ദിനത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാൻ പോവാണ്. റെഡി? യെസ്. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. കാരണം അവരില്ലാണ്ട് ഇനി നമുക്ക് ഈ 100 എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങാൻ പറ്റില്ല. വിളിക്കട്ടെ. So let's welcome ശരത് സാർ, ഷാനിക ആൻഡ് ഹരിചേട്ടൻ. ഗൈസ്, യെസ്, അത് കണ്ടോ? 100 എപ്പിസോഡായി ഗൈസ്. യെസ്, അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ് എല്ലാവർക്കും. എന്നാലും എന്നോടും കൂടെ പറയായിരുന്നു എന്താന്ന് ബ്ലാക്ക് ഇട്ടിട്ട് വരാൻ. ഇതിപ്പോ 100ാമത്തെ എപ്പിസോഡിൽ കറുത്ത മുത്തുകളെ പോലെ ഒരുമിച്ച് എനിക്ക് ഇഷ്ടാവുന്നില്ല ഇത്. ഒരു വാക്ക് ഞങ്ങൾ പ്ലാൻഡ് ആയിട്ടല്ല വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അതൊക്കെ വിട്. ശരത് സാർ, എന്തോ ഈ 100th എപ്പിസോഡിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് കുറെ സന്തോഷം. കാര്യം 100 എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. ഞാനിത് പാതി വന്ന് കയറിയ ഒരാളാണ്. പക്ഷെ അത് ഈ കുഞ്ഞുങ്ങളുമായിട്ടും അതിൽ ഈ നിൽക്കുന്ന കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളുമായിട്ടും നമ്മൾ വളരെ അടുത്തു. പിന്നെ അതുപോലെ പാറു ചക്കരയാണ്, നീ പറയാതിരിക്കാൻ വയ്യ. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ സതീഷും നമ്മുടെ ഓർക്കസ്ട്രയും പിന്നെ എല്ലാവരും, ഈവൻ ഈ ബലൂണുകൾ പോലും. അതെ, അതിനൊക്കെ പറയാനൊരു കഥയുണ്ട്. അതെ, എന്താണ് ആ കഥ? പൊട്ടിക്കരുത്, ഇവിടെ ചടമാക്കി. അപ്പൊ എന്തൊക്കെയായാലും കുറെ സന്തോഷം, കുറെ സന്തോഷം. നമ്മൾ എന്താ പറയണ്ട, ജനങ്ങളിൽ നമ്മൾ എന്താണെങ്കിലും ജനങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കൈവരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിൽ കുറെ നമ്മുടെ പ്രേക്ഷകരോട് കുറെ സ്നേഹം. താങ്ക് യു ശരത് സാർ. ഷാനിക, ഡേ 1 to day 100 ഒരു ഉഗ്രൻ ജേണി ആയിരുന്നു. കുട്ടികളുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അവരുടെ നല്ല നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റി. ഇനി ഈ സൂപ്പർ സ്റ്റാർ 100 എന്ന് എഴുതിയത് പോലെ സൂപ്പർ സ്റ്റാർ 200 എന്ന് എഴുതിയതും നമുക്ക് കാണാൻ പറ്റട്ടെ. എനിക്ക് 1000 എന്ന് കാണാനാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ഞങ്ങൾക്കും ആക്ച്വലി 1000 കാണാനാണ് ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദിസ് 100th എപ്പിസോഡ്. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടന് സ്പെഷ്യൽ ആയിരിക്കും, ബിക്കോസ് അന്ന് വന്ന് പോയിട്ട് പിന്നെ ഇവിടെ ജഡ്ജായിട്ട് വന്നു. നമ്മളിപ്പോ 100 എപ്പിസോഡിൽ നിൽക്കുന്നു. ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് അമൃത ടിവിയോടാണ്, എന്നെ ഈ ഒരു പാനലിൽ ക്ഷണിച്ചതിന്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും ഡയറക്ടറിനോടും ദ ഹോൾ ടീം, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ ടീം. കാരണം വേറെ ഇതിനു മുമ്പ് ഞാൻ ജഡ്ജായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിന് ആദ്യം തന്നെ ഒരു നന്ദി, എന്നെ വിളിച്ചതിന്. പിന്നെ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്നത് ഈ പാനലാണ്. ഷാനിക്കയും ശരത്തേട്ടനും കൂടി വന്നപ്പം കുറച്ചുകൂടി ഹാപ്പിനെസ് ആയി. കാരണം ശരത്തേട്ടൻ്റെ അടുത്ത് എപ്പോഴും നമുക്കൊരു പേടിയോടുള്ള ഒരു ആദരവാണ്. എപ്പോഴും എനിക്ക് പണ്ടേ അറിയാമെങ്കിലും ഞാൻ അങ്ങനെ സംസാരിക്കാൻ പോവില്ലായിരുന്നു. കാരണം ഞാനെന്ത് സംസാരിക്കാനാ, അതാണ് മെയിൻ. അപ്പോൾ പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ ഒക്കെ സംസാരിക്കുമ്പോൾ ശരത്തേട്ടൻ ഞാൻ മറക്കും, ഇത് ശരത് സാറാണെന്നുള്ളൊരു കാര്യം മറന്നിട്ടാണ് പലപ്പോഴും. എന്നിട്ട് ഞാൻ വിചാരിക്കും, പക്ഷേ ഇത്ര പാട്ടുകൾ പാടി വെച്ച മനുഷ്യൻ അല്ലെങ്കിൽ ചെയ്തു വെച്ച ആളുടെ അടുത്താണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഷാനിക്ക തുടക്കം മുതലേ എനിക്ക് ഒരുപാട് നല്ല പാട്ടുകൾ തന്നിട്ട് കമ്പോസറാണ്. അപ്പം ഇവരുടെ രണ്ടുപേരുടെ ആ വൈബിലാണ് ഞാൻ സൂപ്പർ സ്റ്റാറിൽ മുന്നോട്ടിങ്ങനെ പോകുന്നത്. പിന്നെ നിൻ്റെയും ഉറപ്പായിട്ടും പാറുവിൻ്റെയും ആ ഒരു എനർജിയിലാണ് നമ്മൾ കണ്ടസ്റ്റൻസ് ആണെങ്കിലും നമ്മുടെ പുലിക്കുട്ടികൾ. അപ്പൊ എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ സൂപ്പർ സ്റ്റാറിനോട്, ഈ ഫാമിലിയോട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ എന്തായാലും വീണ്ടും നമ്മളുടെ ഒരു വൈബിൽ അങ്ങ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നല്ലാണ്ട് അതിനു മുന്നേ ഒന്ന് അങ്ങോട്ട് നോക്കിയേ, എത്ര ചെയറുണ്ട്? 4 ചെയർ. ഒരാൾ വരാൻ 100th എപ്പിസോഡ് നോട്ട് യെറ്റ് ആളെ കൊണ്ടുവരണേ ഉറപ്പായിട്ടും. അപ്പൊ സീറ്റിലേക്ക്. താങ്ക് യു പാറു. ഞാൻ ആ പുലിനെ വിളിക്കട്ടെ, ശരിയാക്കി തരാം ഞാൻ. നിങ്ങൾ 3 പേരിലും ഭയങ്കര കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് 3 പേർക്കും, നമുക്ക് 3 പേർക്ക് മാത്രമല്ല, കാണുന്ന പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഓർക്കസ്ട്രയ്ക്കും നമുക്കും നമ്മുടെ ടീമിനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ.
ഒരു മ്യൂസിക് കമ്പോസർ ആണ് വരാൻ ആ, പോകുന്നത്. വാ, 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 വാ. ഒരു വരട്ടെ. സിംഗർ ആണ്. ഓ മ്യൂസിക് കമ്പോസർ ഓ എന്നല്ലേ? ആ, അല്ലല്ല, ഈഗോ അടിച്ചതാ. വേറൊന്നും അടിച്ചല്ല. ഷാനിക്ക് അടിച്ചില്ല അല്ലേ? സിംഗർ ആണ്, ഇഡലൻ സിംഗർ ആണ്, മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. സിംഗർ ആണ്. ഇപ്പൊ വരെയും ആളുടെ സോങ്സ് ഒക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുക. അരെ വാ. ട്രെൻഡിങ് 6 എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ ഓ, no. റീസെന്റ് നോക്കിയപ്പോഴും. Wow. പിന്നെ വേറൊരു ട്വിസ്റ്റ്, ഇതുപോലൊരു റിയാലിറ്റി ഷോയിലൂടെയാണ് ആള് വന്നത്. Another reality show. ഓ. റിയാലിറ്റി ഷോയിലൂടെ വന്നു. ഇന്ന് ഭയങ്കര വലിയ ഒരു നിലയിലാണ് എത്തി നിൽക്കുന്നത്. ഞാൻ വെൽക്കം ചെയ്യട്ടെ Yes. നമ്മുടെ സ്വന്തം ഹിഷാം അബ്ദുൽ കനവിൽ കനവിൽ പറന്നുയരാൻ മിണ്ടാതെ മിണ്ടാതെ കുസൃതികളെ മഴവിൽ ചിറകിൽ പറന്നുയരൂ എങ്ങാനും കണ്ടോ നീ പുന്നാര തത്തമ്മേ അങ്ങേതോ മണിമാല. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു ഹിഷാമേ, welcome. താങ്ക് യു. എടാ ചക്കരെ, നിന്നെ പിന്നെയും കണ്ടതിൽ കുറെ സന്തോഷം. സന്തോഷം കുറെ ഇവിടെയും. കാര്യം എനിക്ക് ഇപ്പോഴും ഞാൻ ഉള്ള സത്യം പറയാമല്ലോ, നീ ആ 2007 നമ്മുടെ മുമ്പിൽ വന്ന് പാടി ആ റഹ്മാൻ ഖ്വാജ മേര ഖ്വാജ, അതൊക്കെ അവന് അസാധ്യമായിട്ട് പാടി അന്നേ. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ കമ്പോസ് ചെയ്യുമെന്ന്. അത് നടന്നു. പിന്നല്ലാണ്ട് ഞങ്ങളതൊക്കെ അന്നേ പറഞ്ഞതാ. നീ തകർക്കാണെന്ന് അറിഞ്ഞു. ഏതാണ് പുതിയത്? മലയാളം, തമിഴ്, തെലുഗു അങ്ങനെ 3 ഭാഷയിലും കുറച്ച് സിനിമകൾ കമ്പോസ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച്. കുറച്ച്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത്, ഈ സ്റ്റേജിൽ വരുന്ന സമയത്ത് 2007 ഞാനും ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് അതേ സെയിം ഫീലിംഗ് ആണ് കിട്ടുന്നത് ഇവിടെ വരുമ്പോൾ. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 പേരാണ്. ശരത്തേട്ടൻ ആണ് എന്നെ ജഡ്ജ് ചെയ്തത്. ഷാനിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഞാൻ സിനിമകളിൽ പാടിയിട്ടുള്ളത്. പിന്നെ ഹരിശങ്കർ എനിക്കും പാടിയിട്ടുണ്ട്. വി ഹാവ് ഓൾവേസ് വർക്ക് വിത്ത് ഈച്ച് അതർ. അപ്പോൾ സോ ഹാപ്പി ടു ബി ഹിയർ. മൊത്തത്തിലൊരു കൊളാബറേഷൻ ആണ്. എല്ലാം കുറെ കഥകൾ ഉണ്ടാവും കേൾക്കാനല്ലേ? അതെ. അപ്പോൾ വെൽക്കം ടു ദ 100th എപ്പിസോഡ് ഓഫ് സൂപ്പർ സ്റ്റാർ. താങ്ക് യു. അതുപോലെ തന്നെ ഈ ഷോയിലെ കുറേ പെർഫോമൻസസ് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കുട്ടികളുടെ ബിഹാഫിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. 100th എപ്പിസോഡിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ 100th എപ്പിസോഡിൽ ചേട്ടൻ ഇവിടെ വന്നതിൽ. Thank you, ഓക്കെ, അപ്പൊ ആ സീറ്റ് ശരത് സാറിനെ തൊട്ടടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ തന്നെ കസേര വെച്ചു. താങ്ക് യു. ഇഷാമേ, നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയതിന് പ്രധാനമായിട്ട് വേറൊരു കാര്യം കൊണ്ട്, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. കാര്യം തെലുങ്ക് അവിടെയൊക്കെ പോയി എന്തൊക്കെ കാട്ടി കൂട്ടുന്നത് നമുക്കൊരു പിടിയില്ല. നീ പറയണം അവിടെ പോയി എന്തൊക്കെ കലക്കി, ഏതൊക്കെയാണ് ഇപ്പൊ വൈറൽ, അതൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയണം. ഇപ്പൊ ആക്ച്വലി കമ്പോസ് ചെയ്യുന്ന ഫിലിം വൺസ് മോർ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് മാർച്ചിന് അർജുൻ ദാസും ആദിത്യ ശങ്കർ അഭിനയിക്കുന്ന സിനിമ. എന്റെ ഡെബ്യൂ ഇൻ തമിഴ്. $1 million. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. നിന്റെ പടം ആദ്യം പോയി കാണൂടാ. താങ്ക് യു ശരത്. അതിലൊരു വീഡിയോ ഇറങ്ങി. അതിലിപ്പോ വാക്കണ്ണമ്മ എന്ന് പറഞ്ഞൊരു സോങ് ഞാനും ഉണ്ണികൃഷ്ണൻ സാറിന്റെ മോള് ഉത്തര നമ്മൾ രണ്ടുപേരും പെർഫോം ചെയ്ത ഒരു സോങ് ആണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. അതിന്റെ വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. രണ്ടാമത്തത് ഞാൻ നെക്സ്റ്റ് ഇനി മലയാളത്തിൽ ഞാൻ പാടിയിട്ടുള്ള ഒരു പാട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു മ്യൂസിക് കമ്പോസറിന് വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിനീതിന്റെ പടത്തിൽ ഇഷാൻ പാടിയിട്ടുണ്ട്. ഇഷാമേ, നീ എനിക്കും പാടണോടാ. നിന്നെ ഇപ്പൊ കൈ കിട്ടിയല്ലോ. ഓൾവേസ് വെയിറ്റിംഗ് സർ. നിന്നെ കൊന്നു തരാൻ. റെക്കോർഡിംഗ് ഇന്ന് വെക്കരുത്. പിന്നെ അതെ, പാറു. കാര്യം ഞാൻ ഇവനെ കുറേ കൂടെ ചെറുപ്പത്തിലല്ലേ കാണുന്നത്. പക്ഷെ അന്ന് അവന് ഇത്ര ഉണ്ട് കേട്ടോ. അന്ന് പക്ഷെ ഈ അവരൊക്കെ ഒരു വളർന്ന് ഒരു നല്ല ലെവലിൽ എത്തുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് അതൊരു ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇഷാമിൻ്റെ അടുത്ത് നമ്മൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അറിയാനൊരു സന്തോഷം. പിന്നെ ചെന്നൈയിൽ ഇപ്പം തമിഴ് പടമാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു മനുഷ്യനാണ്. മിനിമം 4 സിനിമയെങ്കിലും കാണും. അതിന് വൈഫും കൊച്ചും അടിയാണ്, ഇത് പ്രാന്താന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊണ്ടുപോകും, അതൊന്നും എനിക്ക് വിഷയമല്ല. അപ്പോൾ ഇവൻ്റെ പടം ഫസ്റ്റ് ഡേ ഇരുന്ന് കണ്ടിരിക്കും. എന്റെ പൊന്നിഷാമേ, നീ ഇതൊന്നും കേട്ടിട്ട് നീ വീഴരുത്. ഞാൻ ആ സ്കൂളിലായിരിക്കും. നീ അത് പറയാൻ മിണ്ടാരേ
പിന്നെ അവിടെ സ്കൂളൊന്നും നീ ഈ പാഴ്വാക്കൊന്നും കേട്ടിട്ട് നീ വീഴരുത്. അതെ, ഇയാള് ചതിച്ചു. വരാൻ പോണില്ല. ചതിച്ചു. ആ ഷാനിക്ക എന്റെ ഷോ അനൗൺസ് ചെയ്ത സമയത്ത് എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ഏ, നിന്റെ ഇതേപോലെ നിന്റെ നിന്റെ ഷോ എവിടെയാണോ നടക്കണേ അവിടെ ഞാൻ അവിടെ ഞാൻ ഉണ്ടാവും. ആ എന്നിട്ട് കഴിഞ്ഞ എപ്പിസോഡിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഹരിയോട് പറയാ, അവന്റെ ഷോയ്ക്ക് ആരാ ഗസ്റ്റ് എന്ന് ചോദിച്ചു നോക്ക്. ചോദിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതാ ഇങ്ങനെ. എന്നിട്ട് എവിടെ ആ ജില്ലയിൽ പോലും ഇല്ലായിരുന്നു. അല്ല 2007 തൊട്ട് സാറിന് കാണാം. അറിയില്ല, നിനക്കറിയാലോ. അതുകൊണ്ട് നന്നായിട്ട് ഒരു അറിയാം. പ്രതീക്ഷയില്ല. ഇത് ഞാൻ പറഞ്ഞ സത്യം. ഇത് ഈ ഒരു സ്കൂളിൽ ഞാൻ പോകുന്ന എനിക്കറിയാവൂ. അതെന്റെ മാനേജർ അവനെ വേണം പറയാൻ. ക്ഷമിക്ക്. നമ്മുടെ കോഴിക്കോട് കാണും. ഷാനിക്ക കോഴിക്കോട് ആദ്യം ഞാൻ കാണും. ഷാൻ വരുന്നതിന് മുമ്പേ. അതെ. ആരുടെ വരച്ചോ വില്ലഞ്ചമ്മ. ഇല്ല, വരും. ശരത് സാർ എന്തായാലും വന്നിരിക്കും. ഞാൻ പാറുവും ചേർന്ന്. ആ യെസ്. എന്തോന്നറിയാം ക്ഷയം വരാൻ തുടങ്ങി. അപ്പൊ മക്കളെ, ഇതുപോലെ റിയാലിറ്റി ഷോയിൽ വന്ന ഒരാളാണ് ഇതാ വീണ്ടും ആ ഒരു സീറ്റിലിരിക്കണത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓരോ കുട്ടികൾ എലിമിനേഷനിൽ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്തുമാവാം ലൈഫിൽ അല്ലേ, അതെ. മാറി മറിയാം ലൈഫിൽ. അപ്പോ ഇതൊക്കെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും തുടങ്ങാം. ഹരിച്ചേട്ടാ, ഷാനിക്ക, ശരത് സാർ, ശ്യാം റെഡി? റെഡി. അപ്പൊ സ്റ്റോറീസിന്റെ ഇടയിൽ ശ്യാം ചേട്ടാ രണ്ടുപേരും പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പാടി Always. തരണേ. മോട്ടിവേഷന്റെ കൂടെ 2 പാട്ട്. Definitely. ആരാധ്യ പാടണം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഹരി പാടുന്നതായിരിക്കും. ഹരിയാണ് എന്റെ മലയാളവും തമിഴും ഒക്കെ പാടിയത്. ആ, അടിപൊളി. ആ കണ്ണട നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം. ആരാധ്യ എന്ന് പറഞ്ഞ ആരാ song പാടുന്നത്? ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് രണ്ടുപേരും പാടും. വേണം. അതായത് ഞാനത് അതൊരു വലിയ സ്റ്റോറി ഉണ്ട്. ഈ രോഗിയെ ഒന്ന് ആംബുലൻസിൽ കയറി കൊണ്ട് പോവാനും. Sweet revenge, sweet revenge. അതായത് നല്ല കാര്യം പറയാൻ വരുമ്പോ അതെ, അതായത് ഈ പാട്ട് ഞങ്ങളൊരു പാതിരാത്രി റെക്കോർഡ് ചെയ്യുന്നു. വലിയ കഥയാണത്. അതെ, Okay. അതായത് ഞാൻ ഉറങ്ങി ഒരു 12:30 അപ്പം എന്നെ വിളിച്ചിട്ട് ഹരി എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. കൊച്ചിയിലുണ്ട്, നമുക്കൊരു സോങ് റെക്കോർഡ് ചെയ്താലോ. ഞാൻ പറഞ്ഞു നാളെ നല്ല കാര്യമല്ലേ. അല്ല, ഇപ്പൊ റെക്കോർഡ് ചെയ്യാം. ആണോ? അങ്ങനെ ഞാൻ നേരെ വണ്ടി എടുത്ത് ഷാമേട്ടൻ്റെ വീട്ടിൽ പോയി. ആരാധ്യ ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഈ മൾട്ടി ലാംഗ്വേജ് ആണെങ്കിലും ഞാനാണ് ആരാധ്യ പാടുന്നത് ആദ്യം. അപ്പോൾ ഓൾറെഡി അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ പൊളിച്ചടുക്കി പാടി വെച്ചേക്കുക. ഓൾറെഡി സിംഗർ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഞാനിത് പാടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കാരണം പാടിക്കോളാം. ഓൾറെഡി സൂപ്പറായിട്ട് പാടി. പാടി വെച്ചിട്ടുണ്ട്. ഇല്ല, ഹരി തന്നെ പാടണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മിഡ് നൈറ്റ് അറൗണ്ട് 1 മണിക്കൊക്കെ ഇരുന്ന് തുടങ്ങി 2:30 വരെയൊക്കെ വർക്ക് ചെയ്ത് പിന്നെ റീവർക്ക് ചെയ്ത് അങ്ങനെ ഒരു സോങ് ആയിരുന്നു. പക്ഷെ ഫാന്റാസ്റ്റിക് കോമ്പോസിഷൻ. താങ്ക് യു. സൂപ്പർ സോങ്. അതിലൊരു ചെറിയ സാധനം എനിക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പറയണം എന്നുണ്ടായിരുന്നു. അതിലൊരു സർഗം പോർഷൻ ഉണ്ട്, ക്ലാസിക്കൽ. അത് ആക്ച്വലി അവിടെ ഇരുന്നിട്ട് ഹരിയാണത് എന്നെ ഹെൽപ്പ് ചെയ്ത് ഫ്രെയിം ചെയ്ത് തരുന്നത്. ഒരു വെളുപ്പിനെ ഒരു 2 AM 3 AM സമയത്ത്. ആ സമയത്ത് അവൻ വളരെ ഫ്രഷ് ആയിരുന്നു. ഈ ക്ലാസിക്കൽ പോർഷൻ തന്നെയാണ് എല്ലാ ലാംഗ്വേജിലും. പോയി. അത് തന്നെയാണ് എല്ലാ മറ്റ് സിംഗേഴ്സ് എല്ലാവരും ഇത് തന്നെയാണ് അവര് റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം താങ്ക്സ് ടു ഹരി ഫോർ Thank you. ഹരിച്ചേട്ടാ, പൊളി പൊളി. അല്ല, ഞാൻ ഈ 2 കമ്പോസേഴ്സിനും പാടിയിട്ടുണ്ട്, ഷാൻ റഹ്മാനും ഹിഷാമിനും. ചിലവർ കുറെ കാലമായി പാട്ട് തരാം പറ്റിക്കുന്നു. അതെ, ഇനി ഛർദിക്കൂടെ. അല്ല ഹരി, ഞാൻ 2007 തൊട്ട് അവസരം കാത്തിരിക്കുക. We are still waiting for your song, sir. ശരത് sir. സാർ പ്ലീസ്. ഇത് വെറും പാഴ്വാക്ക്. നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, എനിക്ക് കുറച്ചെങ്കിലും വിശ്വാസം ബാക്കിയുണ്ട്. ഉണ്ട്. നീ എന്നെ വിശ്വസിക്കാടാ. അത് ഞങ്ങക്ക് എല്ലാവർക്കും അറിയാട്ടാ. അതിലല്ല, അത് ഞാൻ തകർക്കും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഓൺ എയർ പോയതാണ്. നാട്ടുകാർ അതാ പിന്നെ അല്ലാണ്ട് അമ്മൂമ്മയൊക്കെ പ്രേക്ഷകർ നിങ്ങൾ ചോദിക്കണം, എല്ലാരും ചോദിക്കണം. അതെ, അവന്റെ അമ്മൂമ്മയൊക്കെ കാത്തിരിക്കാം അവിടെ. അല്ലല്ല, ഉറപ്പായിട്ട്. അത് അങ്ങനെ പറയത്തില്ലടാ. അത് പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. ഓക്കെ, ആരാധ്യ അതായിരുന്നു നമ്മുടെ സബ്ജക്ട്. എന്നിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, ഇതിന്റെ ഓഡിയോ ലോഞ്ച് വാസ് ഇൻ ഹൈദരാബാദ്. അതെ. അപ്പൊ അന്ന് ഇന്ത്യയിലുള്ള കിഡിലോസ്കി സിംഗേഴ്സാ വന്നത്. ഭയങ്കര രസമായിരുന്നു. വിജയ് ദേവരകൊണ്ട വന്നു. അതാണ് നല്ല സിംഗർ. അല്ല, ഞാൻ ബാക്കി ആൾക്കാരുടെ പറഞ്ഞു വരട്ടെ. അതായത് നല്ല സിംഗേഴ്സ് വന്നു. അതിന്റെ കൂടെ സമന്ത വന്നു, വിജയ് ദേവരകൊണ്ട വന്നു. അതൊക്കെ തന്നെ ഒരു എല്ലാ ലാംഗ്വേജിലുള്ള എല്ലാ സിംഗേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. സൂപ്പർ. താങ്ക് യു.
കൊറേ പറഞ്ഞു നമ്മൾ മറന്നുപോയി. കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നു. വിളിക്കട്ടെ ഞാൻ. വിളിച്ചോളൂ അമ്മൂമ്മ, വിളിച്ചോളൂ. ഫസ്റ്റ് ഡെഡിക്കേഷൻ റൗണ്ടില് നമ്മുടെ മെബൂട്ടനാണ് പാടാൻ വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം മെബിൻ. എന്തോ ഡെഡിക്കേഷൻ റൗണ്ടിൽ ആർക്ക് വേണ്ടിയാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്തത്? എന്തുകൊണ്ട് ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തു? അതായത് എൻ്റെ അമ്മേനെയും പപ്പേനെയും പോലെ തന്നെ പാട്ടിനായാലും പഠനത്തിനായാലും എനിക്ക് നല്ല സപ്പോർട്ടും ഹെൽപ്പും ചെയ്തെന്ന ഒരാളാണ് രാജു അങ്കിള്. ഓക്കെ. പിന്നെ ഒരു ദിവസം രാജു അങ്കിള് എനിക്ക് ലാപ്ടോപ്പൊക്കെ മേടിച്ചു തന്നിട്ട് പഠനത്തിന് ക്ലാസ്സുകളൊക്കെ ഇട്ട് തന്നിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു പഠനത്തിനൊക്കെ. പിന്നെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്നോട് ഈ പാട്ട് പാടി തരുമോ ചോദിച്ചായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ പാട്ട് അറിയാത്തതുകൊണ്ട് എനിക്ക് പാടിക്കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ പാട്ട് ഇവിടെ റൗണ്ട് വന്നപ്പോൾ അവൻ അങ്ങ് ഡെഡിക്കേറ്റ് ഞാൻ അങ്കിൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. ഒപ്പം വയനാട്ടിലെ എൻ്റെ വീടിനടുത്തുള്ള ചൂരമലയിൽ നടന്ന ദുരന്തത്തിൽ നമ്മളെ വേർപിരിഞ്ഞു പോയവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കും. ഹായ് അങ്കിൾ. ഹായ്. മെബുവിന്റെ പാട്ട് എപ്പോഴും കേൾക്കാറുണ്ടോ? മെബൂട്ടിന്റെ ഒരു 4 വർഷമായിട്ട് മെബുവിന്റെ പുറകെ നടക്കുന്ന പാട്ടുമായിട്ട് ആ, കേൾക്കും. അവന്റെ മെലഡി സോങ് ആണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഓക്കെ. അപ്പൊ മെലഡി അവനോട് പാടാൻ ഞാൻ ഇടയ്ക്ക് ആവശ്യപ്പെടാറുണ്ട്. ആ, അപ്പൊ 2 കൊല്ലം മുമ്പ് ഇവന്റെ വീട് സന്ദർശിച്ചിരുന്നു. 2-3 പ്രാവശ്യം സന്ദർശിച്ചു കേട്ടോ. അതിൽ ആദ്യം സന്ദർശിച്ചപ്പോൾ ഇവനൊരു ലാപ്ടോപ്പ് ആവശ്യമെന്ന് വന്നപ്പോൾ ഞാനത് സ്പോൺസർ ചെയ്യാൻ വേണ്ടി അതുമായിട്ട് ചെന്ന് കയറിയിട്ട് ഇവനോട് പറഞ്ഞൊരു പാട്ട് എനിക്ക് പാടിത്തരണം, ഇതാണ് നീ പാടേണ്ടതെന്ന് പറഞ്ഞു. പണ്ട് ഞങ്ങളൊക്കെ 90-ൽ ഞാൻ പഠിച്ചപ്പോൾ ഈ സിനിമ പുറപ്പാട് കണ്ടതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ്. കാരണം കുടിയേറ്റം എന്നുള്ളത് നമ്മുടെ കുടിയേറിയവരാ. ഞാൻ കണ്ണൂർ ജില്ലയാണ്. ഓക്കെ. മെബുവിൻ്റെ അടുത്ത അയൽ ജില്ലയാണ്. പിന്നെ മെബു അംബാസഡർ ആയിരിക്കുന്ന ഹൈസ്കൂളിൽ നിന്ന് പിരിഞ്ഞൊരു അധ്യാപനമാണ്. മെബിൻ അംബാസഡറോ? മെബിനെ ആ സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാമിന് കൊണ്ടുവന്നു. ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഒരു ചാരിറ്റി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ. അപ്പൊ ഞാൻ അവനെ കൊണ്ടുവന്നു. എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ആ അധ്യാപകർ എന്നെ വിളിച്ചു. ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞ ആളായതുകൊണ്ട് എന്തായി കൊച്ചെ കിട്ടുമോ കൊണ്ടുവരാൻ. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അവനോട് പറയാം. അവൻ വന്ന് കുറെ പാട്ടെല്ലാം പാടി. ഇവന് ആ മാനേജർ അച്ഛൻ ഇവനെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു. 5 പാട്ട് അവിടെ പാടി. അവന് ഈ സ്കൂളിന്റെ അംബാസഡറായിട്ട് അച്ഛനോട് പ്രഖ്യാപിക്കാൻ ചെയ്തത്. സൂപ്പർ. സ്കൂളിനൊക്കെ ഒരു അംബാസഡർ ആവുകയെന്ന് പറഞ്ഞാൽ മോനെ ആദ്യം കേൾക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അതെല്ലാം ഒന്ന് ആവശ്യപ്പെട്ട പാട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മോൻ എന്നെ വിളിച്ചു. എങ്ങനെയുണ്ടായി ഇന്നത്തെ ഡെഡിക്കേഷൻ മെബുവിന്റെ? നല്ല പാട്ടായിട്ട് എനിക്ക് തോന്നിയത്. Okay. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, എൻ്റെ ഒരു സംഗീതത്തിന്റെ ഒരു അറിവൊക്കെ വെച്ചിട്ട് ഇത് ഒരു നല്ല പാട്ടായിട്ടാണ് എനിക്ക് കണ്ടത്. Okay, uncle. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ആയിക്കോട്ടെ. ശരത് സർ. മക്കളെ, എന്തോ മെബിനെ നന്നായി മോനെ. താങ്ക് യു സർ. കാര്യം അതിലൊരു നന്മയുണ്ട്. കാരണം ദേഹവും നിങ്ങളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയും സ്ട്രെയിൻ ചെയ്ത് ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഓഡിയോ സന്ദേശമായിട്ട് അയക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. ഇതൊക്കെ മോനെ നന്നായിട്ട് പാടി. ഇതൊരു ഉഗ്രം പാട്ടാടാ. അത് പറയാതെ ഇത് ആരാ പാടിയേക്കുന്നത്? MG സർ. അസാധ്യമായിട്ട് അദ്ദേഹം പാടി വെച്ചാൽ എല്ലാ പാട്ടും അങ്ങനെ പാടുന്നത്. എങ്കിലും ഇതിന് കുറെ കൂടെ ഒന്നാമത് ഔസേപ്പച്ചൻ അണ്ണാച്ചിയുടെ അല്ലേ? അതെ. മോൻ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ മോനെ കുറച്ചും കൂടെ അക്ഷരങ്ങൾക്ക് കുറച്ചും കൂടെ സ്ഫുടതയാവാം എന്ന് തോന്നി. ചിലത് മോൻ പറയുന്നതൊന്നും ഒരു കൃത്യത കിട്ടുന്നില്ല. ഈ പാട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. പക്ഷെ പുതിയതായിട്ട് കേൾക്കുന്ന ഒരാൾ ചില വാക്കുകൾ അന്തം വിടും. അപ്പം അതങ്ങനെയല്ല, കുറച്ചും കൂടെ വായ തുറന്ന് നല്ല രീതിയിൽ അക്ഷരം. പിന്നെ മോനെ ശ്രുതി കേട്ടോ, അത് അവിടെ നമ്മൾ നോട്ട് ചെയ്ത് വായിക്കണ്ട. മോൻ ശ്രദ്ധിക്കുക. പല്ലവിയുടെ എൻഡിലൊക്കെ അത് കുറച്ചും കൂടെ ചേരുക കേട്ടോ. അത്രേ ഉള്ളൂ. ചക്കര നീ ഒരു നല്ല പാട്ടുകാരനാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ചിലതൊക്കെ മോൻ പാടുന്നതൊക്കെ നല്ല സുഖമാണ്. അപ്പം എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ചക്കരയ്ക്ക്. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഹിഷാം ചേട്ടാ, എങ്ങനെയുണ്ടായി നമ്മുടെ മെബൂട്ടന്റെ പാട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഫുള്ളി എൻജോയ് ചെയ്ത് കേൾക്കായിരുന്നു. പിന്നെ മെബിൻ പാടുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ എൻ്റെ ആ ഒരു സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് പോയി. എനിക്ക് തോന്നുന്നു മെബിൻ്റെ ഈ ഏജിലൊന്നും എനിക്ക് ഇങ്ങനെയുള്ള ഒരു സോങ് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റൂല. അപ്പം ആക്ച്വലി ഇപ്പോഴുള്ള കുട്ടികൾ ഭയങ്കര ടാലൻറ്റഡ് ആണ്. സോ കൺഗ്രാറ്റ്സ് മെബിൻ ഫോർ ദാറ്റ്. ഈ സോങ് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തിങ്സിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും ശ്രുതി എല്ലാം ഇറ്റ്സ് ഓൾ ഓൺ സ്പോട്ട്. അടിപൊളിയാണ് മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് സർ. യു ഹിഷാം ചേട്ടാ. ഷാനിക്ക. മെബൂട്ട, എന്തോ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? സുഖം. നീ ഇപ്പൊ സംസാരിക്കുമ്പോൾ ഈ ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് പാട്ടിലും കൂടെ വേണമായിരുന്നു. ഈ പ്ലാൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നീ ഉഗ്രം പാട്ടുകാരാണ്, ഒരു രക്ഷയില്ല. അത് അക്കാര്യത്തില് യാതൊരു സംശയമില്ല, തർക്കവുമില്ല. ഹിഷാം പറഞ്ഞ പോലെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാടി, അതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ കുറെ വാക്കുകൾ നമുക്ക് കേൾക്കുന്നില്ല. അമ്മ കൈവിട്ട് അതെന്താ പാടിയെന്ന് ഞാൻ കേട്ടില്ല. ഞാൻ പെട്ടെന്ന് നോക്കി എന്തോ കൈവിട്ടു അത് മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ നോക്കുമ്പോ അമ്മ കൈവിട്ട്. അതുപോലെ തന്നെ കാറ്റിലിറ്റിറ്റു. മോനെ നീ വരി തെറ്റിച്ചോടാ. അത് പറന്നു.
ആ പറ എന്താ എവിടെ തെറ്റിച്ചത്? തെറ്റിച്ചെന്ന് പറഞ്ഞോ? ചരണത്തില് ചരണത്തിൽ എവിടെ? വേദനയോടെ നേരത്തെ പാടി. കണ്ണു ചിമ്മുന്ന താരകങ്ങൾ താരകങ്ങളെ അത് കഴിഞ്ഞിട്ട് എന്നിൽ ആ അത് പാടിയില്ല. എന്നിൽ നിന്നു അത് തൊട്ട് അത് തൊട്ടൊന്നും പാടിയില്ല. അതിന്റെ അടുത്ത വരി എന്നിൽ കയറി പാടി അല്ലേ? അത് തൊട്ടുന്നോ അല്ലേ? അവൻ അത് അഡ്ജസ്റ്റ് ചെയ്തു. ആ നന്നനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനിവിടുന്ന് പതുക്കെ പൊക്കോട്ടെ. അതെന്താ ഒരു നന്നെ കഥ പറയണ്ടെന്ന് അല്ല ഒന്നുമില്ല. ഏയ് ഒന്നുമില്ല. നന്നൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കാണ് നന്നൻ. ഞങ്ങള് വരിയെടുത്തതിന് മുമ്പ് അങ്ങനെയാണ്. അതവൻ നേരത്തെ ഗണിച്ച് പാടി. അതെ. യു ആർ ഗ്രേറ്റ്. ഇത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ നന്നനെ ആഡ് ചെയ്തു. പിന്നെ അതുപോലെ മാധുരി ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല മേവിന്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം. പിന്നെ വരി മാറിയതൊക്കെ മോനെ 100th എപ്പിസോഡിൽ നീ വരി ഫ്ലിപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞാലേ ഇമ്മിണി ബുദ്ധിമുട്ടാണ്. അത്രേ ഉള്ളൂ. വേർഡ്സിന്റെ ക്ലാരിറ്റി, മൈക്ക് പ്ലേസ്മെന്റ് ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നല്ല ഫീൽ കൊടുത്തിട്ടാണ് മെബിൻ പാടിയത്. പക്ഷെ അതിൻ്റെ ഒക്കെ ആ വാക്കുകൾ മുങ്ങിപ്പോയി. അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ സർ. ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ, മെബിൻ എന്തോ ഈ പറഞ്ഞ പോലെ ഒരു ഉഗ്രൻ സോങ് ആണ് മെബിൻ ഇന്ന് കൊണ്ടുവന്നത്. എനിക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. സെബിൻ സാറിന്റെ ഈ ലിസ്റ്റ് കണ്ടപ്പോ തന്നെ ആര്യ പറഞ്ഞു, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമായി. അതെ, അതിന്റെ സിംഗിങ് ആണെങ്കിലും ഭയങ്കര ഫീലാണ് ഇത് പാടിയിരിക്കുന്നത്. ഈ പാട്ട് ഞാൻ കേൾക്കുമ്പോ ഒക്കെ ചില സമയങ്ങളിൽ കരയും. ഭയങ്കര ഫീല്. അല്ല, മോനിപ്പോ അങ്ങനെ കരച്ചിലിന്റെ വക്കിലായിരുന്നു. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ പാതി കേൾക്കാതായത്. ഓവർ വികാരം കയറിയിട്ടേ. പോട്ടെ. അപ്പൊ മോനെ ഇതിൽ വേർഡ്സ് ക്ലാരിറ്റി ആയിരുന്നു. മോൻ ഫീൽ അപ്ലൈ ചെയ്യുന്നത് നല്ല കാര്യം. നമ്മൾ ആ ഫീൽ അപ്ലൈ ചെയ്യുമ്പം ആ വേർഡ്സിനുള്ള ക്ലാരിറ്റി കളയാതെ നമുക്ക് കിട്ടിയ അത്ര നല്ലതായിരുന്നു. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഈ ഫീലില് ഈ പ്രായത്തിൽ പാടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ് കേട്ടോ. അതൊരു വലിയ അപ്ലോസ് മെബിന് കൊടുക്കണം. താങ്ക് യു സർ. ആൻഡ് നെക്സ്റ്റ് ടൈം തൊട്ട് ഇതുപോലത്തെ ചെറിയ മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്. കാരണം മെബിൻ ഇങ്ങനെ നല്ലൊരു ഗ്രാഫിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ മിസ്റ്റേക്സ് വരുത്തുമ്പം മെബിൻ അങ്ങനെ പോകേണ്ട ഒരാളല്ല അല്ലേ? അതെ. അപ്പം മെബിൻ അതിൽ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. മെബു, എന്തോ മാർക്സ് ചോദിക്കാം. ശരത് സർ. ബെബു, എന്തോന്നടാ ഇങ്ങനെ പറഞ്ഞ മാർക്ക് 2. അയ്യോ ഏട്ടാ, അയ്യോ കണ്ടോ എന്തൊരു ക്ലാരിറ്റി, ഭയങ്കര ക്ലാരിറ്റി. ഇപ്പോഴൊക്കെ എന്ത് ക്ലാരിറ്റി. എനിക്ക് മാർക്ക് വേണം, കിട്ടിയേ പറ്റൂ എന്നൊക്കെ അക്ഷരസ്ഫുടതയുടെ ഉച്ചയിൽ. മക്കളെ, എന്തോ 8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. സാർമാരെ ഇട്ടല്ലോ അല്ലേ? ആ, ഓക്കെ. മെബു, ഓൾ ദ ബെസ്റ്റ്. അടുത്ത പാട്ടുകൾ ശ്രദ്ധിക്കണം. അടുത്തതായി ഗോൾഡൻ വോയിസ് റൗണ്ടിൽ പാടാൻ വരുന്നു വൈഗാലക്ഷ്മി. ആരുടെ പാട്ട്? ലതാജിയുടെ പാട്ട്. വെൽക്കം വൈഗാലക്ഷ്മി.
सिपैया से पूछो हमरी न मानो सिपैया से पूछो हमरी न मानो हमरी न मानो सिपैया से पूछो सिपैया से पूछो जिसने बजरिया में छीना दुपट्टा मेरा जिसने बजरिया में छीना दुपट्टा मेरा इन्हीं लोगों ने ले लेना दुपट्टा मेरा दुपट्टा मेरा दुपट्टा मेरा दुपट्टा मेरा दुपट्टा मेरा इन्हीं लोगों ने ले लेना दुपट्टा വൈക എന്തോ അടിപൊളി ഗെറ്റപ്പില് എന്താണ് ഡാൻസിന് ഇത്ര എനർജി കുറഞ്ഞു അതോ അങ്ങനെയാണോ? അല്ല ലതാജിയുടെ റൗണ്ട് ആയതുകൊണ്ട് പാട്ടിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് ഡാൻസ് ഇച്ചിരി സട്ടിലായിട്ട് പിടിക്കാന്ന് വിചാരിച്ചു. കൊഴപ്പില്ലടാ. ചോദിക്കാം. ശരത് സാർ മോളെ ഉഗ്രം പാട്ടടാ, അസാധ്യ കോമ്പസിഷൻ. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അത് ആദ്യം കുഞ്ഞിന്റെ തൊണ്ടയടപ്പുണ്ടോ? ഇല്ല. ആ മുകളിലൊക്കെ പാടുമ്പോൾ കുറച്ച് കാറ്റും മഴക്കോളും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കുക. നിനക്ക് നമ്മൾ എപ്പോഴും വൈകിയുടെ ഒരു പെർഫോമൻസ് കാണുന്ന ഒരു ഇങ്ങോട്ട് കിട്ടിയില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? ഗുലാം മുഹമ്മദ് സാർ. ചെറിയ വേരിയേഷൻ ഈ പെർക്കഷനിൽ ഈ വേറെ പാട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് എന്തോരം മെനക്കേടാണ് അവര്. മോളെക്കാൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആ പാച്ചുവിനായിരുന്നു. ഞാൻ അവർക്ക് നല്ല ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് അവന് ഈ വായിച്ച് കാര്യം അത്രയും വേരിയേഷൻസ് ആണ്. ഒരു ചങ്ക ചക്ക ചക്ക ചെങ്ക ചെങ്ക ചാവുന്നവരെ അത് വായിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അതിനിടയ്ക്ക് 1008 പരിപാടി. ആ ഷിനു എല്ലാം വൃത്തിയായിട്ട് വായിക്കുന്നത്. അവൻ അതിന് ഭയങ്കര ടെൻഷൻ. മുഖത്തയ്യോ എനിക്ക് ജീവിതം വെറുത്തു എന്നൊക്കെ പറഞ്ഞു ആകെ പ്രശ്നം. അല്ല ചിലതങ്ങനെ, ചില പാട്ടുകൾ അങ്ങനെയാണ്, ചില റിതം സെറ്റപ്പ് അയ്യോ ഒരു നിവൃത്തിയല്ല മോളെ. അത് മാത്രമായിട്ട് കേൾക്കണം ഇരുന്നിട്ട്. അത് എന്തുമാത്രം വേരിയേഷൻസ് ഉപയോഗിച്ച് സത്യത്തിൽ ചെങ്ക് ചക്ക തക്ക ചെങ്ക് ചെങ്ക് ഈ പാട്ട് മുഴുവൻ അത് മതി. പക്ഷെ അതിൻ്റെ ഇടയ്ക്കിട്ട് ഇവരെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രണാമം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ഞാനിത് കേട്ടേക്കുന്ന ലതാജി ലൈവ് പാടിയ പണ്ട് അത് ലൈവ് പാടിയ അതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതൽ. അസാധ്യം. അത് ഒറിജിനലിനേക്കാളും ഭീകരമായിട്ട് അമ്മ പാടി വെച്ചേക്കുന്നു. ഒരു നിവൃത്തിയില്ല. പാട്ട് മോള് ഉഗ്രമായിട്ട് പാടി കേട്ടോ. മക്കളെ, എനിക്ക് ആ പൂച്ചയെ പറ്റി എനിക്ക് വലിയ ഒരു താല്പര്യം തോന്നിയില്ല. അതിനകത്തില്ലേ അത് ഹമരന്ന മാനോ പൂച്ചോ ആ പൂച്ചയൊക്കെ കണ്ടം വഴി ഓടി. അത് ശരിയാക്കണം കേട്ടോ. അതുപോലെ മോളെ ആ ഒരു ആലാപ്പ് വന്നിട്ട് മോളത് പാടത്തില്ല. രണ്ടാമത്തെ ചരണം അതൊന്ന് പാടാമോ? ഇപ്പൊ പിന്നെയും ഒരു ക്ലാരിറ്റി ഉണ്ട്. മോള് വേറെ എന്തോ പാടിയപ്പോ. അപ്പൊ ഇത് ഇപ്പം ഒരു വിധം രസമുണ്ട് കേൾക്കാൻ കേട്ടോ. അപ്പം നമ്മളൊരു പ്രത്യേക താങ്ക്സ് ഈ അണ്ണാച്ചികൾക്ക് പറയാം മക്കള് കേട്ടോ. അത് നമ്മുടെ ഓർക്കസ്ട്ര എല്ലാവരും അതിമനോഹരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. എന്നോട് ചോദിച്ച് നിനക്ക് ഓർക്കസ്ട്രക്കാരോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം വല്ലതും ഉണ്ടോ? അല്ല, ബാജു ചേട്ടൻ്റെ അടുത്ത് പലർക്കും വൈരാഗ്യമുണ്ട്. അത് ട്രിവാൻഡ്രം ഏരിയയിൽ ഇറങ്ങി നടക്കാനൊക്കത്തില്ല ബാജുവിൻ്റെ കയ്യിലിരിപ്പ് കാരണം. അത് ഞാൻ പറയുന്നില്ല ഇവിടെ, വേണ്ട മക്കളെ. അതേ ഉള്ളൂ ഇത് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ നല്ല ഒരു സുഖമുണ്ട്. കുഞ്ഞിനൊരു അടപ്പ് ഇപ്പോഴും മോള് പാടുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നു. പോട്ടെ, പക്ഷെ നിന്റെ ടോൺ എനിക്ക് ഇഷ്ടമാണ് ചക്കര കേട്ടോ. താങ്ക് യു സർ. ലവ് യു മുത്തേ. ലവ് യു ടു. താങ്ക് യു ശരത് സർ. ഷാനിക എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അത് തന്നെ ഇതിന്റെ ഒരു 75% കയ്യടി കൊണ്ടുവന്നത് ഓർക്കസ്ട്രയാണ്. വൈക പൂച്ചോ അതെ പൂച്ചോ ഛോ ആണേ. പിന്നെ ഈ പറഞ്ഞ എല്ലാ പൂച്ചയും എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് വൈകയുടെ ഒരു സ്ഥിരം വൈബ്രന്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, അവിടെ എത്തിയോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇത് ഡാൻസ് ഒക്കെ കുറച്ചുകൂടി ആവാമായിരുന്നു എന്നൊരു തോട്ട് എനിക്കുണ്ട്. ഇത് എന്തോ പേടിച്ച് ചെയ്യുന്നത് പോലെ തോന്നി. അതർവൈസ് ഇറ്റ് വാസ് നൈസ് കേട്ടോ. ഓക്കെ മോളെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ വൈഗ എന്തോ സെയിം തിങ് എനിക്ക് തോന്നിയത്. സാധാരണ വൈഗ തരുന്നൊരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഡിക്ഷൻ, ഹിന്ദി, കാരണം ഹിന്ദിയുടെ മെയിൻ നമ്മൾ പ്ലാൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഡിക്ഷനാണ് മെയിൻ തിങ്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. ഓർക്കസ്ട്രയ്ക്കാണ് ഇന്ന് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഉഗ്രനായിരുന്നു. സോ ബെറ്റർ പെർഫോമൻസ് ആയിട്ട് വരിക നെക്സ്റ്റ് റൗണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരിച്ചേട്ടാ. മോളെ ഹിഷാം ചേട്ടാ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. നമ്മൾ ഈ ഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഈ അബദ്ധം നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ അവന്റെ ഒരു ഹിന്ദി അതിപ്പോ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞാലും സാരില്ല. ഞാൻ പറയും നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് ഒരു അബദ്ധം കാണിക്കരുത്. കാരണം അങ്ങനെ അബദ്ധങ്ങൾ ഞാനിങ്ങനെ നേരിട്ട് വലിയ സ്റ്റേജുകളിൽ, അത് ഡിക്ഷൻ അല്ല, ചിലർക്ക് ലാംഗ്വേജിന്റെ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, പെട്ടെന്ന് പറയാം. ഒരു സ്റ്റേജിൽ ഒരാൾക്ക് സ്ക്രീൻ പ്ലേക്കും ഡയറക്ഷനും പിന്നെ 2 അവാർഡ്സ് കിട്ടി. പുള്ളി ഒരു പ്രാവശ്യം പോയി മേടിച്ചിട്ട് വന്നു. എന്നിട്ട് അടുത്തതും ബെസ്റ്റ് ഡയറക്ടർ എന്ന് വിളിച്ചു. പുള്ളി പോയി അത് മേടിച്ചു. അവിടെ നിൽക്കുമ്പം അവിടുത്തെ അവതാരിക പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ ഡബിൾ വാമി ഫോർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞു. ഈ ഡബിൾ വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബിൾ വാമിയുടെ ശരിക്കുള്ള അർത്ഥം ഡബിൾ പണി എന്നാണ്. അതായത് ഇടിവെട്ടി അവന്റെ തലയിൽ പാമ്പ് കടിക്കുക എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനാണ് ഡബിൾ വാമി എന്ന് പറയുന്നത്. ഞാനിത് ക്രൗഡിൽ നിന്ന് ഇത് കേട്ടിട്ട് ഇത് നിനക്കുള്ള ക്ലാസ്സാ. അതാ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഈ ഡബിൾ വാമി കേട്ടിട്ട് എനിക്കിത് സഹിക്കാൻ പറ്റണില്ല. ഞാൻ പോയിട്ട് ഡബിൾ വാമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. കാരണം ഒരു സദസ്സിൽ ഇത് പറയുമ്പോഴുണ്ടല്ലോ, അത് കുറെ പേർക്ക് അത് അടിക്കും ഭയങ്കരമായിട്ട്. ഇല്ല, ഇത് അറിയാവുന്ന ഇപ്പൊ ഈ പറഞ്ഞ സാധനം അറിയാവുന്നവർക്ക്, ഇപ്പൊ ഞാനൊക്കെ കേട്ട എണീറ്റ് നിന്ന് കൈയടിച്ചേനെ പുതിയൊരു വാക്ക് എന്ന് പറഞ്ഞു. നമുക്കതല്ല, ഡബിൾ വാമി നമുക്ക് അറിഞ്ഞൂടല്ലോ. അതിനില്ല, ഇതൊക്കെ അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ് മക്കളെ കേട്ടോ. ഇല്ലെങ്കിൽ അത് പിന്നെ ഒരു ഭാവിയിൽ ഡബിൾ ഫാമി ആയി പോകും. ഓക്കെ ഹിഷാം ചേട്ടാ. വൈകാലക്ഷ്മി എന്തോ അടിപൊളിയായിട്ട് പാടി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെയുള്ള സോങ്സ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഡിജിറ്റൽ ഇന്നോവേഷനും AI-ന്റെ സഹായത്തിൽ മ്യൂസിക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ട്രാക്സ് പിന്നെയും റിവൈവ് ചെയ്ത് നിങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അതിനൊരു വേദി ഒരുക്കുന്നതിന് ശരിക്കും സൂപ്പർ സ്റ്റാറിനോടൊരു വലിയ നന്ദി പറയണം. എന്താ വരുന്ന ജനറേഷന് പിന്നെയും ഇങ്ങനെയുള്ള സോങ്സിൻ്റെ റിമെമ്പറൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ ഒരു ചെറിയൊരു എനിക്ക് ഈ പ്രൊനൗൺസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്കൊരു ചെറിയ സ്റ്റോറി പറയണമെന്ന് ഓർത്തു. ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്ത ഇതേ ഇഷ്യൂ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. പെർഫോം ചെയ്യുമ്പം കോമ്പറ്റീഷനിൽ പലതവണയും മലയാളം ഡിക്ഷൻ എനിക്ക് പലതവണയും പ്രൊനൗൺസിയേഷൻ ഇപ്പോഴും അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല സാധനങ്ങളും നമുക്ക് പ്രശ്നം വരും. ഇതൊക്കെ മാറി ഞാൻ തെലുഗുവിലും തമിഴിലും പോയ സമയത്ത് എനിക്ക് ഒട്ടും അറിയാത്ത ഭാഷയാണ്. അങ്ങനെ തെലുഗുവിൽ പോയി ആ ഫസ്റ്റ് സോങ്, ആ ട്രാക്ക് ഞാൻ ആദ്യം ഡമ്മി പാടി ഫൈനൽ സ്റ്റുഡിയോന്ന് പാടി. അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു 34 തവണ ഞാനത് റീറെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നാ റോജ നുവേ എന്ന് പറഞ്ഞ സോങ് 34 ടൈംസ് ഇൻസൈഡ് ദ സ്റ്റുഡിയോ. പലതവണ സ്റ്റുഡിയോയിലെ എഞ്ചിനീയർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ പലതവണയും. സോ ഓൾവേസ് ഇറ്റ് ടേക്സ് ഹാർഡ് വർക്കിൽ നിന്ന് മാത്രമേ നമുക്ക് ബെസ്റ്റ് ആവാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഗ്രൂമിങ് കിട്ടുന്നതിന് ജഡ്ജസിനോടൊരു വലിയ നന്ദി പറയണം. കാരണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകുന്ന റെക്കോർഡിംഗ് ബൂത്തിലേക്കാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ് പിന്നെയും ഫേസ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു വലിയ കോൺഫിഡൻസ് ആയിരിക്കും. ഈ ലിറിക്സിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂമിങ് സ്റ്റേജായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മക്കളെ, ഇതിപ്പം ഇഷാൻ പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു, ഇപ്പൊ പ്രത്യേകിച്ച് തെലുങ്ക് കാര്യം അത് നമുക്ക് മനസ്സിലാവത്തുമില്ല. അവരുടെ ചില ഒരു സ്ലാങ് അവർ പറയുന്നതിനൊരു അത് തന്നെയല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല, അതിനെന്തോ എന്തരോ ഒരു കുറവുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് തെലുങ്ക് നമ്മളത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതല്ല വേണ്ട അവർക്ക്. അവര് പറയുന്ന ഒരു ഗുൽപ്പിയുണ്ട്, അത് വരണം. അത് വരാണ്ട് പറ്റത്തില്ല. ഇപ്പം ഞാനൊരു മറാഠി പടം ചെയ്ത സമയത്ത് ഇവര് പറയും, യു ആർ സിംഗിങ് ജജുവ, ഇറ്റ്സ് ജജുവ നോട്ട് ജജുവ. എന്തെങ്കിലും മനസ്സിലായോ? ഇങ്ങനെയാണ് പറയാ. അപ്പൊ നമ്മൾ വിചാരിക്കും, എടാ ഇതന്നല്ലേ, ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞാലേ ഇത് തന്നെ അല്ലേ പാടിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ പാടുന്ന ജജുവയാണ്, പക്ഷെ അതല്ല എനിക്ക് വേണ്ട ജജുവയാണ്.
അങ്ങനെയുള്ള സിറ്റുവേഷൻ Same. ഇങ്ങനെ വരുമല്ലോ, സെയിം അതേ നമുക്ക് ഒട്ടും മനസ്സിലാവൂല, സെയിം വേർഡ് തന്നെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ ഒരു 10 ടേക്ക് ഞാൻ അത് പാടിക്കൊണ്ടിരിക്കും. ഏതോ ഇടയ്ക്കുന്ന ഡയറക്ടർ യെസ് ദിസ് ഇസ് ദ വേർഡ്, ദിസ് ഇസ് ദ വേർഡ്. ഓക്കെ, അത്രയും ക്ഷമ നമുക്കില്ല. ഓക്കെ വൈകാം. പിന്നെ ഹിഷാം ചേട്ടന്റെ ഭയങ്കര എന്താ പറയാ, ദർശന എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് ആ പാട്ട്. ഞാൻ ദർശനം കിട്ടിയതിന് സന്തോഷമെന്ന് പറയാൻ വരിക. ദർശനം കിട്ടിയത്. താങ്ക് യു മോളെ, താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്ക് വെക്കാം. ശരത് സർ. ഇല്ല, എനിക്ക് ഈ മാർക്ക് കേൾക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇവർ ആ ഒരു സോളോ ഒന്ന് വായിച്ച് കേൾക്കണമെന്ന് ഒരു തവണ കൂടി എനിക്കൊരാഗ്രഹം. ഓക്കെ. സൂപ്പർ, ഐ ലവ് യു. പാച്ചുനും ഗോപാലിനും ഒക്കെ ഉമ്മ. മക്കളെ എന്തോ 8 മാർക്ക് മുത്തേ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഇട്ട് ഓക്കെ, ഇട്ടു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്നാ പിന്നെ അടുത്ത പാട്ടിലേക്ക് പോവാം. യെസ്. അടുത്ത പാട്ടില്ല, പാട്ട് പാടിയിരുന്നാ മതിയോ? സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അല്ല, ഇതൊരു റിയാലിറ്റി മ്യൂസിക് റിയാലിറ്റി ഷോ അല്ലേ? ആണ്. അപ്പൊ അതങ്ങനെ പാട്ട് രണ്ട് പാട്ട് കേൾക്കാന്നുള്ളത് കേട്ടില്ലേ? ഇനി നമുക്ക് വാ സെലിബ്രേഷൻ. കമോൺ ഗൈസ്. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണിൽ. ഓക്കെ, അപ്പൊ ദാ കേക്ക് വന്നിരിക്കാണ്, മുറിക്കാം. പിന്നെ അതിനു മുന്നേ നമ്മുടെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് മുത്തുമണികളെയും കൂടെ വിളിക്കാം അല്ലേ? മുത്തുമണികളെ വരൂ. വരൂ വായോ. അപ്പൊ ദാ 100ാമത്തെ എപ്പിസോഡിന്റെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇനിയും മുന്നോട്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങാൻ പോവാണ്. ഒരുപാട് കളിയും ചിരിയും ആഘോഷങ്ങളും പാട്ടും എല്ലാമായിട്ട് നമ്മൾ പൊളിക്കും, ഇല്ലേ? എന്നാ മുറിക്കാം. കുട്ടികൾ മുറിക്കട്ടെ.